ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. എണ്ണയിലൊന്നും പൊരിക്കാതെ എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു സ്പോഞ്ച് പോലത്തെ പഞ്ഞ് പോലത്തെ ഒരു അടിപൊളി പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവും. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അരിപ്പൊടി കൊണ്ടാണ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല സ്പോഞ്ച് പോലെ പഞ്ഞ് പോലെ ഇരിക്കുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പലഹാരം ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് അരിപ്പൊടിയിലാണ്. അരിപ്പൊടി വറുത്ത അരിപ്പൊടി തന്നെ ആയിരിക്കണം, എന്നാലേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടും നല്ലൊരു സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടുള്ളൂ. നമ്മുടെ സാധാരണ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ വറുത്ത അരിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന്റെ അളവിൽ 1.5 കപ്പ് അരിപ്പൊടി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇതിലേക്ക് മൈദപ്പൊടിയാണ്. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പിന്റെ ഒരു മുകൾ ഭാഗത്തെ പൊടി തട്ടിക്കളഞ്ഞിട്ടാണ് ആ ഒരു അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. മൈദപ്പൊടി വേണ്ട, ഗോതമ്പ് പൊടിയിൽ ചെയ്തെടുക്കാം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിലും ഈ ഒരു മൈദ ഇട്ട് കൊടുക്കുന്നതിന് പകരം ആ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് ഇതിലേക്ക് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയൊരു സ്പൂണിൽ 1/2 സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ മാവ് മൈദയും അതുപോലെ തന്നെ അരിപ്പൊടിയും എല്ലാം കൂടെ ഒന്നിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അരിപ്പൊടിയും മൈദയായിട്ട് രണ്ടായിട്ട് വെവ്വേറെ ആയിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കട്ടകട്ടയായിട്ട് കിടക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മണത്തിന് വേണ്ടി 3 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്, അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കറുത്ത ശർക്കരയാണ് ഉരുക്കി ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി കളറായിട്ട് കിട്ടും. നമുക്കിവിടെ വെളുത്ത ശർക്കര ആയതുകൊണ്ടാണ് ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറിൽ കിട്ടുന്നത്. 200 ഗ്രാം ശർക്കര 250 ml കപ്പിന്റെ അളവിൽ ഉരുക്കിയെടുത്തിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മധുരം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല മധുരത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. നമ്മൾ 1 കപ്പ് പാലും അതുപോലെ തന്നെ 1 കപ്പ് ശർക്കര ഉരുക്കിയതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസ് ആയിട്ട് ഇരിക്കരുത് ഈ ഒരു മാവ്. ഇപ്പം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഞാനിപ്പോൾ ഒരു കയ്യിൽ വെച്ചിട്ട് കോരി കാണിച്ചു തരാം. ഈ പലഹാരത്തിന് മാവ് തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കണം കിട്ടേണ്ടത്. ഇപ്പോൾ ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. കുറച്ച് കട്ടിയിലാണ് ഈ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കയ്യിൽ മാവ് കോരി ഒഴിച്ച് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ചെയ്യുന്നത് ഇതുപോലെ ഒരു ഇരുമ്പിന്റെ ചീനച്ചട്ടി എടുത്തിട്ട് അത് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ അതും അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ ഒന്ന് മുഴുവനായിട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഫുള്ളായിട്ടും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാനായിട്ട് എത്ര സമയമാണോ എടുക്കുന്നത് അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. ഇനി ഇതിന്റെ മുകളിലായിട്ട് കാണാനൊരു ഭംഗിക്കും അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോൾ കടിച്ച് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഈത്തപ്പഴം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിന്റെ കൂടെ തന്നെ ബദാമും അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം നമ്മൾ ചെറുതായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചെടുത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. എത്ര സമയമാണോ വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ അടിഭാഗം നല്ല കട്ടിയായിട്ട് കരിഞ്ഞു പോവും. നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. ഇപ്പോൾ 1 മണിക്കൂറിന്റെ പുറത്തായിട്ടുണ്ട് ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഒരു പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന പഞ്ഞ് പോലെ ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ പാത്രം കാലിയാവുന്നത് അറിയില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞ് പോലൊരു പലഹാരമാണ്. ഇതിന്റെ അകമൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്.
ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.